എല്ലാവരിലും നന്മ മാത്രം കാണുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഉപവാസ ദിവസം ഭക്ഷണശാലയിലിരുന്ന് അദ്ദേഹം വെള്ളം കുടിക്കുകയായിരുന്നു. തൊട്ടടുത്തിരുന്ന് ഒരു യുവ സന്യാസി ആഹാരം കഴിക്കുന്നത് അദ്ദേഹം കണ്ടു. ഞാൻ കഴിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് യുവാവ് ചോദിച്ചു. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഉപവാസ ദിനമാണെന്ന് താങ്കൾ മറന്നു കാണും അല്ലേ? സന്യാസി ചോദിച്ചു. ഇല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നായി യുവാവ്. ഓ, എന്നാൽ പിന്നെ ആരോഗ്യ പ്രശ്നം മൂലം ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചാകും നിങ്ങൾ കഴിക്കുന്നതല്ലേ? അതുമല്ല, എനിക്ക് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമില്ല. മറുപടി കേട്ട് പ്രാർത്ഥനാ നിരതനായി സന്യാസി ആത്മഗതം ചെയ്തു. നുണ പറയാതെ ചെയ്യുന്നത് അതേപടി തുറന്നു പറയാൻ തയ്യാറുള്ള ഒരു തലമുറ ഇത്ര മാതൃകാപരമാണ്. ഒരാൾ എന്ത് നോക്കി നടക്കുന്നുവോ അത് മാത്രമായിരിക്കും അയാളുടെ കണ്ണിൽപ്പെടുക. പുറമേയുള്ള കാഴ്ചകളല്ല ഉള്ള് മലിനമാക്കുന്നത്. ഉള്ളിലുള്ള അശുദ്ധി മലിനമായ കാഴ്ചകളെ തേടുകയാണ്. മനസ്സ് എന്തിനെ തേടുന്നോ ആ ദൃശ്യങ്ങളിൽ അത് ഉടക്കി നിൽക്കും. അതുതന്നെ പലതവണ കണ്ട് കൂടുതൽ സംതൃപ്തി കണ്ടെത്തും. എന്തിനു വേണ്ടിയാണോ ഒന്നിൽ കണ്ണുവെക്കുന്നത് അത് തന്നെയായിരിക്കും അയാൾ കണ്ടെത്തുക. തേനീച്ചകൾ പൂവിലെ തേൻ മാത്രം തേടുമ്പോൾ ക്ഷുദ്രജീവികൾ പൂവിനെ തന്നെ ഇല്ലാതാക്കും. കാഴ്ച വിശുദ്ധമാകണമെങ്കിൽ കണ്ണട മാറിയാൽ പോരാ, മനസ്സിന്റെ അറകളം കൂടി ശുദ്ധമാകണം. അപരന്റെ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് പലരുടെയും വിനോദം. അന്യന്റെ കുറ്റം വിറ്റ് ജീവിക്കുന്നത് തൊഴിലാക്കിയവരുമുണ്ട്. സ്വന്തം പിഴവുകൾ മറയ്ക്കാൻ അവർ അന്യരുടെ തെറ്റുകൾ പരിചയായി ഉപയോഗിക്കും. തെറ്റുകളുടെ താരതമ്യം നടത്തി സ്വന്തം തെറ്റുകളെ ലഘൂകരിച്ച് അതിന്റെ മറയിലിരുന്ന് അപരനെതിരെ ഒളിയമ്പുകളെയും. ഒരു തെറ്റ് ചെയ്യുന്നയാളെ തിരുത്തുന്നതിനുള്ള എളുപ്പമാർഗം പരസ്യമായി അയാളെ ശിക്ഷിക്കുന്നതിനേക്കാൾ അയാളുടെ 10 നന്മകളെ പരസ്യപ്പെടുത്തുന്നതാണ്.